ഹലോ ഗൈസ്, വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു എജ്ബോർഡ്. ഒരിക്കൽ കൂടി എല്ലാ മക്കൾക്കും എജ്ബോർഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സെൽഫ് റേസർ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നതിനുണ്ട് ഒരു പക്ഷേ തംബ്നെയിൽ കണ്ട്, ഒരു പക്ഷേ എന്നല്ല ഭൂരിഭാഗം പേരും തംബ്നെയിൽ കണ്ടിട്ട് മാത്രം വീഡിയോ ഓപ്പൺ ചെയ്ത ആൾക്കാരായിരിക്കും, അല്ലാതെ വേറെ ഒന്നുമല്ല. കാരണം പരീക്ഷ എന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ സമയത്തിന് എങ്ങനെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് പഠിച്ചുകൊണ്ട് പെട്ടെന്ന് കുറച്ച് പഠിച്ചുകൊണ്ട് കുറേ മാർക്ക് നേടാൻ എന്ന മൈൻഡിൽ നടക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിലേക്ക് ഏറ്റവും ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യം സമയമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ കുറച്ച് സമയത്തിന് മാക്സിമം പറയാം. അതായത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, നിധി തേടി നടക്കുന്ന ഭൂതത്താനെ പോലെ നിങ്ങൾ നടക്കൊന്നും വേണ്ട. ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ 5 മാർക്കിൻ്റെ ചോദ്യം. ഓക്കെ, 5 മാർക്കിൻ്റെ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേറെ ഇതില്ല, ക്വസ്റ്റ്യൻ എന്താ ഞാനിവിടെ കൊടുക്കുന്നത് ഇംഗ്ലീഷിലാണ്, പക്ഷേ മലയാളത്തിൽ സംഗതി എന്താ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളോട് പറഞ്ഞത് പ്രിപ്പയർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കണം. ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആവൃത്തി വിതരണം. എന്താണ് പറയുക? ആവൃത്തി വിതരണം എന്നാണ് ഇതിൻ്റെ മലയാളം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ആവൃത്തി വിതരണം തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്ലാസും ഫ്രീക്വൻസിയൊക്കെ വെച്ച് ചെയ്യാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ ആവൃത്തി വിതരണം അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനുള്ള ചോദ്യം പരീക്ഷയ്ക്ക് ഷുവറായിട്ട് വരും. ഒരു 5 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്ക് എന്ത് ചെയ്യാം? ചോദ്യം പ്രതീക്ഷിക്കാം. ഇവിടെ നമ്മളോട് പറയും ക്ലാസ് ഇൻ്റർവെല്ലിൽ 5 എടുത്തിട്ട് വേണം ചെയ്യാൻ. 5 ആവാം, 10 ആവാം, എത്ര വേണമെങ്കിലും ചോദിക്കാം. സാധാരണ നമുക്ക് തരാറില്ല, ഇനി പരീക്ഷയ്ക്കൊക്കെ തരാൻ പോകുന്ന മിക്കവാറും ഒരു 10 വെച്ചിട്ടായിരിക്കും ചെയ്യാനുണ്ടാവുക. അപ്പോൾ അതിന് നമുക്ക് ആദ്യം ഇവിടെ തരുന്ന കുറച്ച് നമ്പേഴ്സ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ഓക്കെ, നിങ്ങളിവിടെ നമ്പേഴ്സ് കൗണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 നമ്പറുണ്ട്. അപ്പോൾ 20 നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 20 നമ്പേഴ്സ് നമുക്ക് 5 എണ്ണത്തിൻ്റെ വെച്ചിട്ടുള്ള ഗ്രൂപ്പുകളാക്കി മാറ്റാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ക്ലാസ് നമ്മൾ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അതിനാദ്യം ഞാൻ പറഞ്ഞുതരാം. ഈ നമ്പറുകൾ ഇങ്ങനെ നിരത്തിയിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക, ഒരു ഓർഡർ ഒന്നുമില്ല, നിരത്തി തന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന നമ്പറുകളെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പെട്ടെന്ന് എന്ത് ചെയ്യുക? ചെറിയ ചെറിയ പാറ്റേൺ ആക്കി മാറ്റുക. അതായത് ഞാൻ പരീക്ഷയ്ക്ക് ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? ഈ നമ്പറുകളുടെ ആദ്യത്തെ 5 നമ്പറിൽ ആദ്യത്തെ 5 നമ്പർ എന്ന് പറയുമ്പോൾ 8 മുതൽ ഏത് വരെയാണ്? 9 വരെ. ഓക്കെ, 8 മുതൽ 9 വരെ ഈ നമ്പർ ഉണ്ടല്ലോ. ഇത് ഞാൻ ആദ്യത്തെ റോയിൽ ചെയ്തു. നോക്കിക്കോളൂ എങ്ങനെയായിരുന്നു? 8, 17, 0, 5, 9. ഇനി എന്താ ചെയ്യാം? അതേപോലെ തന്നെ ബാക്കിയുള്ള റോയിൽ എന്ത് ചെയ്യും? നമ്പറുകൾ ചെയ്തു. എങ്ങനെയാ വെച്ചാൽ പറഞ്ഞാൽ അടുത്ത 5 നമ്പറുകൾ നോക്കി, അടുത്ത 5 നമ്പറുകൾ ഞാനിങ്ങനെ റോയിൽ ചെയ്തു. അപ്പോൾ എത്ര വരിക? 24, 35, 28, 13, 15. ഇതെന്തിനാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കണക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ വന്ന് ഡാറ്റ അങ്ങോട്ടോട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രശ്നം വരാതിരിക്കാനാണ് ചെയ്യുന്നത്. അടുത്തത് 1 മുതൽ നമുക്ക് 29 വരെ. അപ്പോൾ എഴുതുകയാണ് 1, 9, 22, 30, 29. ഇനി അടുത്തതോ 12 മുതൽ 7 വരെ. 12, 12, 13, 7, 7 കഴിയും. ഈ ഗ്രൂപ്പുകളാക്കി മാറ്റിയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട പരിപാടി. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ നമ്പർ കണ്ടുപിടിക്കണം. എന്താ കണ്ടുപിടിക്കേണ്ടത്? ലോവസ്റ്റ് ആയിട്ടുള്ള നമ്പർ കണ്ടുപിടിക്കും. ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 0 ആണ് അല്ലേ? അപ്പോൾ ഞാൻ അത് എഴുതി വെച്ചിട്ടാണ് ഏറ്റവും ചെറിയ സംഖ്യ 0 ആണ്. ഓക്കെ, ഏറ്റവും ചെറിയ സംഖ്യ 0 ആണ് ഇത്, അത് എഴുതി. ഇനി നിങ്ങൾ അടുത്ത് നോക്കേണ്ടത് ഈ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നമ്പർ എത്രയാണ് നോക്കണം. ഏറ്റവും ഉയർന്ന സംഖ്യ എത്രയാണ് നോക്കണം. എത്ര ഏറ്റവും കൂടിയ സംഖ്യ? നമുക്ക് 30 വരുന്നുണ്ട്. 40 ഇല്ല, 30 വരുന്നുണ്ട്. യെസ്, എനിക്ക് തോന്നുന്നു 35 അല്ലേ? 35ആണ് ഏറ്റവും ഹയസ്റ്റ് നമ്പർ. അപ്പോൾ ഞാൻ അതും എഴുതി വെച്ചത്രയാണ് ഹയസ്റ്റ് നമ്പർ 35. അപ്പോൾ നമ്മുടെ ക്ലാസ് എന്തായിരിക്കണം? ഉറപ്പായിട്ടും 0 സ്റ്റാർട്ട് ചെയ്തിട്ട് 35 കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ക്ലാസ് സെറ്റ് ചെയ്യണം അല്ലേ? ക്ലാസ് ഞാൻ സെറ്റ് ചെയ്യണം നോക്കിക്കോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ക്ലാസ് സെറ്റ് ചെയ്യുന്നു 0 മുതൽ. നമ്മുടെ ക്ലാസ് എന്ന് ഞാൻ ഹെഡിങ് കൊടുത്തു ക്ലാസ്. അപ്പോൾ ക്ലാസ് സെറ്റ് ചെയ്യണേ 0 മുതൽ 5 വരെ, ദെൻ 5 മുതൽ 10 വരെ, 10 മുതൽ 15 വരെ, 15 മുതൽ 20 വരെ, 20 മുതൽ 25 വരെ, 25 മുതൽ 30 വരെ, 30 മുതൽ 35 വരെ എന്നെഴുതി നിർത്തരുത്. കാരണം 35 ഉൾക്കൊള്ളണമെങ്കിൽ അടുത്തൊരു ക്ലാസ് കൂടിയാണ്. അപ്പോൾ എത്ര വരും? 35 മുതൽ 40 വരെ. അപ്പോൾ ക്ലാസ്സുകളൊക്കെ എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ടാലി മാർക്ക് ചെയ്യണം. ഓക്കെ, ടാലി മാർക്ക് എന്നൊരു കോളം തയ്യാറാക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? മൂന്നാമതൊരു കോളം വരയ്ക്കുന്നു. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രീക്വൻസി എന്ന് കൊടുക്കുന്നു. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്ര തവണ ആവർത്തിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ പറയുന്ന 0നും 5ൻ്റെയും ഇടയിൽ വരുന്ന സംഖ്യകളൊക്കെ കണ്ടെത്തണം. 0 മുതൽ 5 വരെ എന്ന് പറയുമ്പോൾ 0, 1, 2, 3, 4 വരെ 5 അതിൽ ഉൾപ്പെടുത്താൻ പാടില്ല. കാരണം ഈ പറഞ്ഞ 5 നമ്മളിവിടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അടുത്ത കോളം തുടങ്ങുന്നത് 5 തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം 5 എന്ന് പറഞ്ഞ സംഖ്യ 2 ക്ലാസ്സിൽ കൂടി വരുന്നതുകൊണ്ട് നമുക്കറിയാം എക്സ്ക്ലൂസീവ് ക്ലാസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 0 മുതൽ 4 വരെ മതി. എത്ര വരെ മതി? 0, 1, 2, 3, 4 വരെയുള്ള നമ്പറുകൾ മതി. 5 അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എത്ര നമ്പർ വരിക? 5, 6, 7, 8, 9. അപ്പോൾ 10 എവിടെ വരിക?
10 അടുത്ത ക്ലാസ്സിൽ 10, 11, 12, 13, 14 ഈ ഒരു പാറ്റേണിലാണ് പോകുക എന്ന് എല്ലാവർക്കും അറിയുന്ന വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ നമ്പറുകളൊക്കെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് റോയിൽ ഞാൻ നോക്കണേ. ഫസ്റ്റ് റോയിൽ 0-ൻ്റെയും 5-ൻ്റെയും ഇടയിൽ വരുന്ന നമ്പർ ഏതുള്ളത്? അത് ആ ഒരു 0 മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എഴുതിയൊക്കെ എത്ര ഉള്ളത്? 0 1 മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു വര വരച്ചു. എത്ര എണ്ണം ഉണ്ട്? 1 മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്ലാസ് എത്ര? 5 മുതൽ 10 വരെ. 5-ൻ്റെയും 10-ൻ്റെയും ഇടയിൽ വരുന്ന സംഖ്യകൾ അടുത്ത ഫസ്റ്റ് റോയിൽ എത്ര ഉണ്ട് നമുക്ക് നോക്കാം. ഈ പറഞ്ഞ രീതിയിലുള്ളത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ റോയിലില്ല, 0 മുതൽ 5 വരെ ഇല്ല. എന്നാൽ മൂന്നാമത്തെ റോയിലേക്ക് നിങ്ങൾ വരിക. മൂന്നാമത്തെ റോയിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ് ചെയ്തതിൻ്റെ ബാക്കി സംഖ്യകളുണ്ട് അല്ലേ. മൂന്നാമത്തെ റോയിലൊക്കെ 1 ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, 1 ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ 1, ദെൻ വേറെ സംഖ്യകളുണ്ടോ? ഇല്ല. അപ്പോൾ ആ 1 കൂടി നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് റോയിൽ ചേർക്കണം. അപ്പോൾ നമുക്ക് ടാലി മാർക്ക് 2 നമ്മുടെ ഫ്രീക്വൻസി എത്രയും മാറി? 2 മാറി. ഇതെന്താ സംഭവിച്ച് ഞാൻ പറഞ്ഞുതരാം. 0 മുതൽ 5 വരെയുള്ള സംഖ്യകൾ എത്ര ഉണ്ട് നമുക്ക് നോക്കി. എത്ര പേരുണ്ട് നമുക്ക് നോക്കാം. 0 മുതൽ 5 വരെ പറഞ്ഞാൽ 0 വരും, 13 വരില്ല, 1 വരും, 9 വരില്ല, 12, 5 ഒന്നും വരില്ല അല്ലേ. അപ്പോൾ 0, 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 സംഖ്യകളുള്ളൂ. അതുകൊണ്ട് ഞാൻ 2 ഫ്രീക്വൻസി തരും. ഇനി 5 മുതൽ 10 വരെ. 5 മുതൽ 10 വരെ എന്ന് പറയുമ്പോൾ സംഖ്യകൾ നോക്കിക്കോളൂ. ഒരു 8 വരുന്നു, ദെൻ 5 വരുന്നു, ദെൻ നമുക്ക് വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ അടുത്തത് 9 വരുന്നു, ദെൻ 7 വരുന്നു, വീണ്ടും ഒരു 7 വരുന്നു. എത്ര സംഖ്യകളായി നമുക്ക് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, ദെൻ ഇവിടെ ഒരു സംഖ്യ കൂടി ഉണ്ട് 6. എത്ര സംഖ്യകളായി? 6 സംഖ്യകളായി. അപ്പോൾ 6 സംഖ്യകൾ നമുക്ക് കിട്ടി. നമുക്ക് 6 വരകൾ വരക്കാം. 1, 2, 3, 4, 5, 6 എന്ന ഫ്രീക്വൻസി എഴുതി. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് 10 മുതൽ 15 വരെയുള്ള സംഖ്യകൾ കണ്ടെത്തണം. 10 മുതൽ 15 വരെ എന്ന് പറയുമ്പോൾ ഈ 9 ഒക്കെ നമ്മൾ കഴിഞ്ഞതാണല്ലേ. അപ്പോൾ ഫസ്റ്റ് റോയിലുണ്ടോ? ഇല്ല, ഫസ്റ്റ് റോയിലില്ല. ഇനി 10 മുതൽ 15 വരെ വരുമ്പോൾ 13 അതിൽ വരും, 15 വരാൻ പാടില്ല, 12 വരും, 12 വരും, 13 വരും. അപ്പോൾ 2 തവണ 13 വന്നു. എത്രയ്ക്കാ? 1, 2, 3, 4. അപ്പോൾ 4 തവണ ടോട്ടൽ വന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആ 4 തവണ മാർക്ക് ചെയ്യാൻ നോക്കിക്കോളൂ. 1, 2, 3, 4 4 നമ്മൾ എന്ത് ചെയ്തു? ഫ്രീക്വൻസി. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് 15 മുതൽ 20 വരെയുള്ള നമ്പറാണ്. 15 മുതൽ 20 വരെയുള്ള നമ്പർ നമുക്ക് നോക്കാം. എത്ര ഉണ്ട് നോക്കാം. ഫസ്റ്റ് റോയിലുണ്ട് അല്ലേ, 17 ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് റോയിൽ എല്ലാ നമ്പറും കഴിഞ്ഞല്ലോ, കഴിഞ്ഞു. നമുക്ക് ആ റോ വെട്ടിക്കളയാം. ഇനി അത് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റോയിൽ ഒരു നമ്പർ ഉണ്ട്, സെക്കൻഡ് റോയിലും ഒരു നമ്പർ ഉണ്ട്, 15 ഉണ്ട് അല്ലേ. 15. തേർഡ് റോയിലുണ്ടോ? തേർഡ് റോയിലില്ല, ഫോർത്ത് റോയിലില്ല. ഓക്കെ, അപ്പോൾ ഫോർത്ത് റോ നമുക്ക് ഓൾറെഡി കഴിഞ്ഞതാണ്. അപ്പോൾ 1ഉം 4ഉം റോ ഇനി നോക്കേണ്ടതേ ഇല്ല. ഇനി നമ്മൾ ആകെ മൈൻഡ് എഴുതുക, ഈ 2 റോകൾ മാത്രം നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ എത്ര തവണ ഉണ്ട്? 17ഉം അതുപോലെ തന്നെ 15 മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 നമ്പറുകളുള്ളത് നമ്മൾ എഴുതിച്ചു. 1, 2 2 ഫ്രീക്വൻസി. ഇനി അടുത്തത് 20 മുതൽ 25 വരെയുള്ള നമ്പറുടെ കൂട്ടം നോക്കണം. 20 മുതൽ 25 വരെ ഫസ്റ്റ് റോ നോക്കേണ്ട കാര്യമില്ല, അത് ഓൾറെഡി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള നമ്പറിൽ 20 മുതൽ 25 വരെ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതായത് 24 ആ കൂട്ടത്തിൽ വരുന്നതാണ്. പിന്നെ നമുക്ക് വരുന്ന 22 ആ കൂട്ടത്തിൽ വരുന്നതാണ്. എത്ര നമ്പറുള്ളൂ അല്ലേ? 22ഉം 24. അപ്പോൾ ഒരു നമ്പർ എത്രയാണ് വരുന്നത്? 2 നമ്മൾ ഫ്രീക്വൻസി എഴുതി. ഇനി അടുത്തത് ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസ് എത്ര വരുന്നത്? അടുത്തത് നമുക്ക് വന്നിരിക്കുന്നത് 25 to 30 അപ്പോൾ 25ൻ്റെയും 30ൻ്റെയും ഇടയിൽ വരുന്ന സംഖ്യകൾ നമുക്ക് നോക്കണം. 25ൻ്റെയും 30ൻ്റെയും ഇടയിൽ വരുന്നത് ഫസ്റ്റ് റോയിൽ ഇനി ആ ഒരൊറ്റ സംഖ്യ ഉള്ളൂ. അത് ഏതാ ബാക്കിയുള്ളത്? 28 ആണ്. അപ്പം ആ റോയും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ 1 കിട്ടി. ദെൻ രണ്ടാമത്തെ റോയിലുണ്ടോ? 29 ഉണ്ട് അല്ലേ. അപ്പോൾ 2ഉം കിട്ടി. ഓക്കെ, 2ഉം കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 എന്ന് മാർക്ക് ചെയ്യാം. 1, 2 എന്ന് മാർക്ക് ചെയ്തു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇപ്പം നമുക്ക് മൊത്തം എത്ര ഫ്രീക്വൻസി കിട്ടി നോക്കാം. നോക്കണേ. 2 + 6 8 8 4 12 12 14 16 18. അപ്പോൾ ഉറപ്പായിട്ട് ഇനി എത്ര? 2 നമ്പറുകൾ കിട്ടാനുള്ളൂ. ആ നമ്പറുകൾ നമുക്ക് ഉണ്ടാവുള്ളൂ. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് 30 to 35 ആണ്. 30 to 35 ക്ലാസ് വരുന്നത്. നമുക്ക് നോക്കാം. സെക്കൻഡ് റോ നമുക്ക് കഴിഞ്ഞു. ഇനി ആകെ ഒരു റോയെ ബാക്കിയുള്ളൂ. ഏതാണ്? ഈ പറഞ്ഞ ലാസ്റ്റ് റോ മാത്രമേ ബാക്കിയുള്ളൂ. അവിടെ നമുക്ക് നമ്പറുകൾ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് നമ്പർ വന്നിട്ടുള്ളത്? 30 എന്ന് പറഞ്ഞ നമ്പറാണ് വന്നിട്ടുള്ളത് അല്ലേ. നമുക്കൊരു 35 ഇവിടെ പെൻഡിങ് കിടക്കുന്നുണ്ട്. അപ്പോൾ 35 ഇവിടെ കിടക്കുന്നുണ്ട്, അതേപോലെ ഒരു 30 ഉണ്ട് അല്ലേ. ഈ 30 to 35 ഇത് പെടുത്താൻ പറ്റുമോ? ഇല്ല. 30 to 35 30 മാത്രമേ പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ 30 എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നോക്കി, 1 ഫ്രീക്വൻസി 1 എഴുതി. ലാസ്റ്റ് വൺ ഈ 35 ആണ്. അത് അടുത്ത ക്ലാസ് വരിക, അവിടെ നമ്മൾ കൊടുത്തു. ഇങ്ങനെ ചെയ്തു. ആക്ച്വലി എനിക്കറിയാം കുറച്ച് ഫാസ്റ്റായിട്ടാണ് പറഞ്ഞത്, പക്ഷേ സംഗതി സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം ഈ റോയിൽ എഴുതുക. എന്നിട്ട് നിങ്ങൾ എത്ര നമ്പർ വരുന്നത് നോക്കുക. ഉദാഹരണത്തിന് നമുക്ക് ഒന്ന് നമ്പറുകൾ ഞാൻ എഴുതിക്കളി. 8 17 0 5 9. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ. ഈ പറഞ്ഞ 0 മുതൽ 5 വരെയുള്ള ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ ഇടയിൽ വരുന്ന നമ്പറുകളാണ്. 0 വരും, 1 വരും, 2 വരും, 3 വരും, 4 വരും. 5 വരുമോ? ഇല്ല. 5 അടുത്ത ക്ലാസ്സിലാണ് പോവുക. അതെങ്ങനെ? 5 മുതൽ 10 വരെ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ 5 വരും, 6 വരും, 7 വരും, 8 വരും, 9 വരും, 10 വരുമോ? ഇല്ല. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ക്ലാസ്സിൻ്റെയും നമ്പേഴ്സ് വരുന്നതെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇവിടെ ഓരോ ക്ലാസ്സിൻ്റെയും എക്സ്ക്ലൂസീവ് ആണ് നമുക്കറിയാം. കാരണം ഒരു ക്ലാസ്സിൻ്റെ
അപ്പർ ലിമിറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് എന്ത് ചെയ്യുന്നുണ്ട്, ലോവർ ലിമിറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ് ആയിട്ട് വരുന്നുണ്ട്. ഇതാണല്ലോ എക്സ്ക്ലൂസീവ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ ഈ ഒരു ചോദ്യം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷ 5 മാർക്കിനാണ് ചോദ്യം വരാൻ പോകുക. അപ്പോൾ ഇത് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കണം. വീണ്ടും പുതിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കാണുന്നതായിരിക്കും. വൺ സൈഡ് ഇറ്റ്സ് മീ സെൽഫ് സബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.